നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തീരദേശവാസികളുടെ വറുതിയുടെ നാളുകൾക്ക് വിട. 52 ദിവസത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് പ്രതിഷേധ മതിൽ തീർത്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ പ്രതിഷേധ മതിലിൽ അണിനിരന്നു. ജില്ലയിലെ പ്രഥമ സെപക് താക്രോ അക്കാദമി ഓഗസ്റ്റ് 3 പ്രവർത്തനം ആരംഭിക്കും. എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ കടലാക്രമണത്തിൽ വൻ നാശനഷ്ടം. ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി സജി ചെറിയാൻ. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ PV കൃഷ്ണൻ അനുസ്മരണം നടത്തി. രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. അടങ്കൂർ GLP സ്കൂളിൽ നടന്ന ബാലസഭയും സർഗോത്സവവും ശ്രദ്ധേയമായി. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. വാർത്തകൾ വിശദമായി. തീരദേശവാസികളുടെ വറുതിയുടെ നാളുകൾക്ക് വിട. 52 ദിവസത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നീങ്ങിയതോടെ മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും അനുബന്ധ മേഖലയും ഏറെ പ്രതീക്ഷയിലാണ്. ചാകര പ്രതീക്ഷിച്ച് അർദ്ധരാത്രി തന്നെ ബോട്ടുകൾ പുറം കടലിലേക്ക് യാത്ര തിരിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ തീരദേശവാസികളുടെ വറുതിയുടെ നാളുകൾക്കാണ് അറുതിയാകുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാനും പോഷകമൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർദ്ധനവിനുമാണ് കാലവർഷക്കാലത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. പ്രജനനശേഷം മത്സ്യസമ്പത്തിൽ വർധനവുണ്ടാകുമ്പോൾ ചാകരക്കോളാണുണ്ടാകുക. ഈ പ്രതീക്ഷയിൽ 52 ദിന ട്രോളിംഗ് നിരോധനത്തിന് ശേഷം അർദ്ധരാത്രി തന്നെ ബോട്ടുകൾ പുറംകടലിലേക്ക് യാത്ര തിരിച്ചു. മുൻവർഷങ്ങളിൽ മത്സ്യത്തിൻ്റെ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ ധാരാളം മത്സ്യം കിട്ടുമെന്നാണ് തൊഴിലാളികളുടെ പ്രതീക്ഷ. കാലവർഷം ശക്തമായതും കടൽ നല്ലതുപോലെ ഇളകിക്കിടക്കുന്നതും മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ മടക്കര ഹാർബറിൽ നിന്നുമാണ് പ്രധാനമായും മീൻപിടിക്കുന്ന ബോട്ടുകളും വള്ളങ്ങളും പുലർച്ചെ മുതൽ തന്നെ കടലിലിറങ്ങിയത്. ഉച്ചയോടെ തന്നെ ചെറുമീനുകളുമായി ഇവ തിരിച്ചെത്തി. കാസർഗോഡ് ഹാർബറിൽ നിന്നും ആദ്യ ദിനം യന്ത്രവൽകൃത ബോട്ടുകളൊന്നും കടലിലിറങ്ങിയില്ല. പ്രതികൂല കാലാവസ്ഥ ഒഴിഞ്ഞാൽ യാനങ്ങൾ കടലിലേക്ക് പുറപ്പെട്ടു തുടങ്ങും. കഴിഞ്ഞ ദിവസങ്ങളിൽ വള്ളക്കാർക്ക് ചെമ്മീനും ധാരാളം ചെറുമീനുകളും ലഭിച്ചത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ബോട്ടിൽ പോകുന്ന തൊഴിലാളികൾ ചാകരക്കോൾ പ്രതീക്ഷിച്ച് ഉത്സാഹത്തോടെയാണ് ആഴക്കടലിലേക്ക് പുറപ്പെടുക. ട്രോളിംഗ് നിരോധന കാലത്ത് കാര്യമായ തൊഴിലില്ലാതെ കഴിഞ്ഞ ബോട്ട് തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും കടലമ്മ ചതിക്കില്ല എന്ന വിശ്വാസമാണുള്ളത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത് തടയുവാൻ മുൻകാലങ്ങളിൽ എന്നതുപോലെ മറൈൻ എൻഫോഴ്സ്മെൻറ്റും ഫിഷറീസ് ഉദ്യോഗസ്ഥരും പോലീസും ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരും തന്നെ ഇത്തവണ നിയമലംഘനത്തിന് മുതിർന്നിരുന്നില്ല. ബോട്ടുകളെല്ലാം കടലിലിറങ്ങുന്നതോടെ മീൻപിടുത്ത തുറമുഖങ്ങളും മത്സ്യബന്ധന കേന്ദ്രങ്ങളും സജീവമാകും. ഇതോടെ കുത്തനെ ഉയർന്നു നിൽക്കുന്ന മീൻവില കുറയുമെന്നാണ് പ്രതീക്ഷ. ട്രോളിംഗ് നിരോധന കാലത്ത് നാട്ടിലേക്ക് മടങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നിരോധനം അവസാനിച്ചതോടെ തിരികെ ജോലിക്കായി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചെറുവത്തൂരിൽ കുന്നിടിച്ച് നിരത്തിയതിന്റെ തിക്തഫലം അനുഭവിച്ചു വരുന്ന മയിച്ച പ്രദേശത്തുകാർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് പ്രതിഷേധ മതിൽ തീർത്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ പ്രതിഷേധ മതിലിൽ അണിചേർന്നു. ചെറുവത്തൂർ മയിച്ച ഭാഗത്തേക്കുള്ള സർവീസ് റോഡും ബസ് സ്റ്റോപ്പും നിർമ്മിക്കണമെന്നും പ്രദേശത്തുകാർ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ശ്മശാനത്തിലേക്ക് റോഡ് പുനഃസ്ഥാപിക്കണമെന്നും കുടിവെള്ളത്തിന് ഉപയോഗിച്ചു വരുന്ന കിണറിന് മൂടി സ്ഥാപിക്കണം, പഞ്ചായത്ത് കുളം സംരക്ഷിക്കണം, വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഓവുചാൽ പണിയണം, പുഴ തടസ്സപ്പെടുത്തി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് നീക്കണം തുടങ്ങി 8 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നാട്ടുകാർ പ്രതിഷേധ മതിൽ സൃഷ്ടിച്ചത്. ചെറുവത്തൂർ മയിച്ച വയൽക്കര ക്ഷേത്ര കവാടത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു.
വെങ്ങാട്ട് ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ ചുറ്റി വീരമലയുടെ താഴ്വാരത്തെത്തിയ ശേഷമാണ് ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് മൈച്ച വികസന സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വീരമല സംരക്ഷണത്തിനായി മനുഷ്യരുടെ ധീരമതിൽ തീർത്തത്. വീരമലക്കുന്നിന്റെ സംരക്ഷണവും നാട്ടുകാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവും ആവശ്യപ്പെട്ടാണ് മൈച്ച വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ട മനുഷ്യമതിൽ ഒരുക്കിയത്. നൂറുകണക്കിന് വരുന്ന നാട്ടുകാർ സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. വികസനത്തിന് നമ്മൾ ആരും എതിരല്ല, പക്ഷേ ജനങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിൽ വികസനങ്ങൾ നടത്തുമ്പോൾ അതിനെത്രത്തോളം ഗൗരവത്തോടുകൂടി കാണേണ്ടതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വർക്ക് തുടങ്ങിയത് തൊട്ടു മുതൽ അവിടെ നിങ്ങോട്ട് നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ജനപ്രതിനിധികളടക്കമുള്ളവർ ഇതിനു വേണ്ടി പ്രവർത്തിച്ച് ഈ തരത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും അതിനൊരു ശാശ്വത പരിഹാരമാകാതെ വരുമ്പോഴാണ് ജനകീയമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തിയിരിക്കുന്നത്. M. രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മൈച്ച വികസന സമിതി പ്രസിഡന്റ് VV കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം K. മഞ്ജുഷ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, CPM നേതാവ് K. ബാലകൃഷ്ണൻ, CPI നേതാവ് മുകേഷ് ബാലകൃഷ്ണൻ, BJP നേതാവ് രാജീവൻ ചീമേനി, RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, SNTTIയിലെ അധ്യാപിക സിന്ധു ഹരീഷ്, കരിമ്പിൽ കൃഷ്ണൻ, AV ദാമോദരൻ, MP കുഞ്ഞിരാമൻ, M. ശിശുപാലൻ, രവീന്ദ്രൻ മാണിയാട്ട് എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് രൂപീകൃതമായ കാസർഗോഡ് ജില്ലയിലെ പ്രഥമ സെപക് താക്രോ അക്കാദമി ഓഗസ്റ്റ് 3 പ്രവർത്തനം ആരംഭിക്കും. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ 2 പതിറ്റാണ്ടായി സജീവമായ സെപക് താക്രോ ഗെയിംസ് സ്കൂൾ യൂണിവേഴ്സിറ്റി തലത്തിലും ദേശീയ ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും അഖിലേന്ത്യാ പോലീസ് മീറ്റിലും നടത്തിവരുന്നുണ്ട്. 2010 മുതൽ തൃക്കരിപ്പൂർ കേന്ദ്രമായി സെപക് താക്രോ പരിശീലന ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വിവിധ സംസ്ഥാന ടീമുകളെ പങ്കെടുപ്പിച്ച് 2024 ഡിസംബറിൽ ദേശീയ സബ് ജൂനിയർ മത്സരം തൃക്കരിപ്പൂരിൽ നടന്നിരുന്നു. പരിസര പ്രദേശങ്ങളിലുമായി നിരവധി ദേശീയ താരങ്ങൾ ഇതിനകം പിറവിയെടുത്തിട്ടുണ്ട്. ജില്ലയിലെ കായിക താരങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ മാറ്റ് കോർട്ടിലാണ് പരിശീലനം നടത്തുക. ഓഗസ്റ്റ് 3 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഇളമ്പച്ചി ബാക്കിരിമുക്കിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കായിക താരങ്ങളും സംഘാടകരും നാട്ടുകാരും അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും. തുടർന്ന് തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ അബ്ദുൽ സലാം അഹമ്മദ് അബ്ദുള്ള മുഖ്യാതിഥിയായിരിക്കും. പ്രാഗൽഭ്യം തെളിയിച്ച വിദേശ പരിശീലകരുടെ സേവനം അക്കാദമിയിലെ കുട്ടികൾക്ക് ലഭിക്കും. NIS കോച്ചും ഇന്ത്യൻ ടീം പരിശീലകനും സെപക് താക്രോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ KV ബാബുവാണ് മുഖ്യ പരിശീലകൻ. 2ാം ബാച്ചിന്റെ സെലക്ഷൻ ട്രയൽസ് അടുത്ത മാസം നടക്കും. ജില്ലാ സെപക് താക്രോ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ C. സുനിൽകുമാർ, KV ബാബു, K. മധുസൂദനൻ, MTP ബഷീർ, ബാബു തേളപ്പുറത്ത്, ശബരിദാസ് പാലൻ, T. അമീർ ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ കാലവർഷക്കെടുതിയിലും തുടർന്നുള്ള കടലാക്രമണത്തിലും വൻ നാശനഷ്ടം. വിഷയത്തിൽ CPIM മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി സജി ചെറിയാന് നിവേദനം സമർപ്പിച്ചു. ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി അറിയിച്ചു. മഞ്ചേശ്വരം താലൂക്കിലെ ഉപ്പള പ്രദേശത്ത് അതിശക്തമായ കാലവർഷക്കെടുതിയിലും തുടർന്നുള്ള കടലാക്രമണത്തിലും വൻ നാശനഷ്ടം. തീരദേശവാസികളൊന്നാകെ ആശങ്കയിലാണ്. ഉപ്പള വില്ലേജ് പരിധിയിലെ ശാരദാ നഗർ, മണിമുണ്ട കടപ്പുറം, ഹനുമാൻ നഗർ, ബംഗ്ല, ശാരദാ മന്ദിരത്തിന് സമീപമുള്ള പ്രദേശം, ഐല, ഹനുമാൻ നഗർ, കുതുപ്പുളു എന്നീ തീരദേശങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള കടൽക്ഷോഭവും കടൽ കയറിയതും കാരണം പ്രദേശത്ത് വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നുള്ളത്. ശാരദാ നഗറിൽ ഭാഗികമായി നിർമ്മിച്ച പുലിമുട്ടുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മണിമുണ്ട കടപ്പുറം, ശാരദാ നഗർ, പൊതുമരാമത്ത്, നബാർഡ് റോഡുകൾ ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തീരദേശത്തെ പ്രദേശങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ശകുന്തള ശാലിയൻ, സുന്ദര, രവി, ശശികല, നിവേദിത, ജയറാം, കേശവ തുടങ്ങിയവരുടെ വീടുകളിലേക്ക് കടൽ കയറിയ നിലയിലാണ്. വിഷയങ്ങൾ ഉന്നയിച്ച് CPM മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രി സജി ചെറിയാന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ നിവേദനം കൈമാറി. തുടർന്ന് മന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കാൻ ചീഫ് എഞ്ചിനീയർ അൻസാരിയോട് നിർദ്ദേശിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഇടപെടുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ PV കൃഷ്ണൻ അനുസ്മരണം നടത്തി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ കരിച്ചേരി പതാക ഉയർത്തി. ദിനാചരണത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മോട്ടോർ തൊഴിലാളി യൂണിയൻ നേതാവും കേരള സംസ്ഥാന മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാനുമായിരുന്ന PV കൃഷ്ണന്റെ 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടിയും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ കരിച്ചേരി പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന മോട്ടോർ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെ നമുക്കറിയാം, റോഡ് സുരക്ഷാ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് നിരന്തരമായി സമര പ്രക്ഷോഭങ്ങൾ നടത്തി അദ്ദേഹം ഈ നമ്മുടെ തൊഴിലാളി സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2015-16 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന ശേഷം അതിൽ ക്ഷേമനിധി ചെയർമാനാകുകയും ക്ഷേമനിധിയുടെ ഒട്ടനവധി ഭേദഗതികൾ വരുത്തിക്കൊണ്ട് പരിഷ്കരണം നടത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 2017-ന് ശേഷം അദ്ദേഹം മരണശേഷം നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സ്കറിയ സഖാവ് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ മിനിമം 5000 രൂപയാക്കി മാറ്റുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൃഷ്ണേട്ടൻ്റെ പാതയിലൂടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പരിഷ്കരണം നടത്താൻ നമുക്ക് കഴിഞ്ഞത്. ജില്ലാ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ മധൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സത്യജിത്ത് പെരിയ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റുമാരായ ഗംഗാധരൻ അത്തനാടി, ചന്ദ്രൻ ചേരൽ ഉപ്പള, ജോയിന്റ് സെക്രട്ടറിമാരായ സുരേഷ് കുമാർ കോട്ടൂർ, മോഹനൻ നമ്പ്യാർ, കാടകം ഡിവിഷൻ കമ്മിറ്റി അംഗം ഉമേശൻ കൊല്ലങ്ങാനം എന്നിവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സഖാവ് വരദരാജ പൈ രക്തദാന സേനയുടെ ചെയർമാൻ രാമചന്ദ്രൻ മധൂർ, കൺവീനർ സത്യജിത്ത് പെരിയ, വളണ്ടിയർമാരായ രാജൻ കരിച്ചേരി, സുരേഷ് കുമാർ കോട്ടൂർ, ഗംഗാധരൻ അത്തനാടി, ജയരാജ് അത്തനാടി, ലതീഷ് BP, പ്രകാശ് എരിക്കള, ഗണേഷ് K ഉപ്പള, ഷാനിദ് മല്ലം, മഹാഗണേഷ് ഡ്രൈവർ ശിവകുമാർ, ദേവി ബസ് ഡ്രൈവർ പീതാംബരൻ, സുധീഷ് ബേടകം എന്നിവർ ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ രക്തദാനം നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലായിട്ടും മേൽക്കൂരകളില്ലാത്തത് യാത്രക്കാരെ വലയിക്കുന്നു. കുമ്പള, മഞ്ചേശ്വരം, ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാർ നേരിടുന്നത് വലിയ ദുരിതം. സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി ഉയർത്തി നിർമ്മിച്ച പ്ലാറ്റ്ഫോമുകളുടെ മുകൾ ഭാഗം സിമന്റ് ഇട്ടിരിക്കുകയാണ്. മഴയിൽ പ്ലാറ്റ്ഫോമിന്റെ മിനുസമാർന്ന പ്രതലത്തിൽ പൂപ്പലും വെള്ളക്കെട്ടും രൂപപ്പെട്ടതിനാൽ യാത്രക്കാർ വഴുതി വീണ് പരിക്കേൽക്കുന്നത് പതിവ് കാഴ്ചയും. ചിലർ ചികിത്സയിലാണ്. പരാതികൾ ഉയർന്നതോടെ കുമ്പള സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ പേരിന് ജെല്ലിപ്പൊടിയും കുമ്മായവും വിതറി. നൂറുകണക്കിന് യാത്രക്കാരാണ് ജില്ലയിലെ കുമ്പള, മഞ്ചേശ്വരം, ചെറുവത്തൂർ സ്റ്റേഷനുകളെ ആശ്രയിക്കുന്നത്. തീവണ്ടി എത്തുമ്പോൾ കമ്പാർട്ട്മെന്റുകൾ ലക്ഷ്യമാക്കി യാത്രക്കാർ നീങ്ങുന്നതിനിടയിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നതിനിടയിലും പ്ലാറ്റ്ഫോം അപകടക്കെണിയാകുന്ന അവസ്ഥയാണ്. മഞ്ചേശ്വരത്ത് പ്രധാനമായും സ്റ്റേഷൻ ഓഫീസിനോട് ചേർന്ന് മാത്രമാണ് മേൽക്കൂരയുള്ളത്. പുതിയ ഷീറ്റിട്ട സ്ഥലങ്ങളിൽ മേൽക്കൂര ചോർന്നൊലിക്കുന്നുമുണ്ട്. പലയിടത്തും മേൽക്കൂര നിർമ്മിക്കാൻ സ്ഥാപിച്ച ഇരുമ്പു തൂണുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നവർക്ക് ഇരട്ടി ദുരിതമാവുകയാണ്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രയാസം പരിഹരിക്കാൻ ഉടൻ തന്നെ നടപടി വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പല നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചെങ്കിലും മേൽക്കൂരയില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ നടന്നു നീങ്ങുവാൻ വേണ്ടിയിട്ട് യാത്രാർത്ഥികൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടവർ സ്വകാര്യ കമ്പനികൾക്ക് ഈ വർക്കുകളൊക്കെ നൽകി അവരുടേതായ ദൈർഘ്യം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ യാത്രാർത്ഥികൾ പ്രയാസം അനുഭവിക്കുകയാണ്. ഏറ്റവും തൊട്ടടുത്ത ദിവസം സർക്കാർ ഉദ്യോഗസ്ഥയായ ഒരു സഹോദരി ഈ മേൽക്കൂരയില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ പ്രയാസം അനുഭവിച്ച് താഴേക്ക് ചടഞ്ഞു വീണു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചത് നമ്മളൊക്കെ അറിഞ്ഞ സംഭവമാണ്. ഇത് ആവർത്തിക്കാതിരിക്കുവാനും യാത്രാർത്ഥികളെ സുരക്ഷയ്ക്കും വളരെ പെട്ടെന്നുള്ള ഇടപെടൽ ബന്ധപ്പെട്ട സർക്കാരുകളുടെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ ജനകീയ പ്രക്ഷോഭം ഈ മഞ്ചേശ്വരത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും.
അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അണങ്കൂർ GLP സ്കൂളിൽ സ്കൂൾ തല ബാലസഭയും സർഗോത്സവവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. പ്രധാന അധ്യാപകനും സംഗീത കലാകാരനുമായ അമ്മു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അണങ്കൂർ GLP സ്കൂളിൽ സ്കൂൾ തല ബാലസഭയും സർഗോത്സവവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും GLPS കാമ്പൂരു സ്കൂൾ പ്രധാന അധ്യാപകനും സംഗീത കലാകാരനുമായ അമ്മു മാസ്റ്റർ നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ശാന്തി അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു, ഹേമലത തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മാഗസിനുകളുടെ പ്രകാശനവും വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും പരിപാടിയിൽ നടന്നു. അതുപോലെ ക്വിസ് മത്സരം, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ലത പരിപാടിയുടെ അവതാരകയായി. SRG കൺവീനർ വിഖ്യാത് റൈ സ്വാഗതവും അധ്യാപിക മിശ്രിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാതൃ ശിശു ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സെമിനാർ നടത്തി. 40ഓളം അംഗൻവാടികളിലെ ജീവനക്കാർക്കായി നടത്തിയ സെമിനാറിൽ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ K. സുധാകരൻ വിഷയാവതരണം നടത്തി. CH ടൗൺ ഹാളിൽ നടന്ന സെമിനാറിൽ വിവിധ അംഗനവാടികളിലെ ജീവനക്കാർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് TK റാണി അധ്യക്ഷത വഹിച്ചു. കുട്ടികളിലെ വിവിധ തരത്തിലുള്ള കഴിവുകൾ തിരിച്ചറിയുവാനും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാനും അങ്കണവാടി ജീവനക്കാർക്ക് വേഗത്തിൽ കഴിയുമെന്ന് സെമിനാറിൽ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാളും റോട്ടറി ക്ലബ്ബ് പോസിറ്റീവ് ഹെൽത്ത് ജില്ലാ അധ്യക്ഷനുമായ ഡോക്ടർ K. സുധാകരൻ പറഞ്ഞു. OA ടെസ്റ്റ് പലപ്പോഴും ഫെയിൽ ആവാറുണ്ട്. അത് കുട്ടിക്ക് കേൾക്കാത്തതുകൊണ്ടല്ല, മറ്റ് സൗണ്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് ചെയ്യുമ്പോൾ വളരെ സൈലൻസായ ഒരു റൂമിൽ ചെയ്യാൻ പാടില്ല. പിന്നെ കുട്ടിയുടെ മൂഡും നോക്കണം. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ നല്ല മൂഡിൽ വെറുതെ കിടക്കുമ്പോൾ ഇല്ലാതെ നോക്കുമ്പോൾ കരയാൻ തുടങ്ങും, പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫെയിൽ എന്ന് പറഞ്ഞാൽ കേൾവി ഇല്ലാത്തത് കൊണ്ടാണെന്ന് അർത്ഥാക്കരുത്. അവിടെ നമ്മൾക്കുള്ളൊരു കേൾവി ഉണ്ടോ എന്നറിയാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താ? കുട്ടി വെറുതെ കിടക്കുമ്പോൾ ഒരു സൗണ്ട് ആക്കുക. ഇപ്പോൾ പ്രസവിച്ച കുട്ടി 2 ആഴ്ചയായ കുട്ടികളെ വീട്ടിൽ കിടക്കുക വെറുതെ. നിങ്ങൾ കുട്ടിയുടെ ഒരു ഭാഗത്ത് കുട്ടീനെ മുമ്പ് പോകാണ്ട് നല്ലോണം കയ്യൊന്ന് നോക്കുക. അപ്പോൾ കുട്ടി ഒന്ന് ഞെട്ടുന്നുണ്ടെന്ന് വെച്ചോ, അതിൻ്റെ അർത്ഥം എന്താ? കുട്ടിക്ക് കേൾക്കുന്നുണ്ട്. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ രാജഗോപാലൻ നായർ, ICDS സൂപ്പർവൈസർ റോസ്ന വിൻസെന്റ്, KV ഗംഗാധരൻ, KV രാജശ്രീ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് രംഗത്ത് വൻ കുതിച്ചുചാട്ടവുമായി ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ കാസർഗോഡ്. പൂർവ്വ വിദ്യാർത്ഥികൾ ജോലി ചെയ്തു വരുന്നത് 46 രാജ്യങ്ങളിൽ. ഒരു വർഷത്തിനകം വിദേശത്തെത്തിയത് 150ഓളം വിദ്യാർത്ഥികൾ. +2 വിദ്യാഭ്യാസത്തിന് ശേഷം തന്നെ ഏറെ സാധ്യതകളുള്ള മൊബൈൽ എഞ്ചിനീയറിംഗിലൂടെ പുതിയ സംരംഭകരെ തന്നെ വളർത്തിയെടുക്കുന്ന കൃത്യമായ പാഠവങ്ങളാണ് ബ്രിഡ്കോയെ വ്യത്യസ്തമാക്കുന്നത്. ഓരോ സ്മാർട്ട് ഫോണുകളുടെയും ലോഞ്ചിനൊപ്പം അവയ്ക്കനുസൃതമായി വിപുലീകരിക്കപ്പെടുന്ന വ്യക്തമായ സിലബസുകളിൽ പ്രവർത്തനക്ഷമമായ സ്മാർട്ട് ഫോണുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കൽ സെഷനുകൾ കൊണ്ട് ഓരോ വിദ്യാർത്ഥികളിലും ഏറ്റവും മികച്ച സംരംഭകരെ കണ്ടെത്തുക എന്നതാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ലക്ഷ്യമാക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ റിപ്പയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പ്രശസ്തിക്കൊപ്പം മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കാണാൻ സാധിക്കാത്ത അത്യാധുനിക മെഷീനുകൾ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ പ്രത്യേകതയാണ്. ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലിന്റെ കേരളത്തിലെ ഏക അക്കാദമിക് പാർട്ട്ണർ ആൻഡ് ട്രെയിനിംഗ് പാർട്ട്ണർ എന്ന സവിശേഷതയും സ്ഥാപനത്തിനുണ്ട്. കൃത്യമായ 10ഓളം മെത്തേഡുകൾ പാലിച്ചുകൊണ്ട് സ്ഥാപനത്തിലെത്തുന്ന ഒരു വിദ്യാർത്ഥിയെ മികച്ച പ്രതിഫലത്തോടു കൂടിയ ജോലിയിൽ നിന്നും ഒരു സംരംഭകനാക്കി തീർക്കുന്നതുവരെ എല്ലാ ഘട്ടങ്ങളിലും സ്ഥാപനം മികച്ച മാതൃകയാണ് തീർക്കുന്നത്.
4 മുതൽ 6 മാസം വരെയുള്ള പ്രാഥമിക പഠനവും തുടർന്ന് അന്യ സംസ്ഥാനങ്ങളിലായി സർവീസ് സെന്ററുകളിൽ പരിശീലനവും വിദേശ എക്സ്പീരിയൻസിനും ശേഷം 46ഓളം രാജ്യങ്ങളിലാണ് ബ്രിഡ്കോയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ജോലി ചെയ്തു വരുന്നത് എന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. 1995 ഇന്ത്യയിൽ മൊബൈൽ ഫോൺ ടെക്നോളജി വരുന്നത്. 1998 തന്നെ ഈ ടെക്നോളജി മേഖലയിൽ ട്രെയിനിങ് കൊടുക്കാൻ, അതായത് മൊബൈൽ ഫോൺ ടെക്നോളജിയിൽ ട്രെയിനിങ് കൊടുക്കാൻ ഇന്ത്യയിൽ ബ്രിഡ്കോ ആരംഭിച്ചു. ഇപ്പോൾ ഇന്ന് 20,000-ലധികം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തം സ്ഥാപനം നടത്തുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശം തന്നെ ഒരു ടെക്നീഷ്യൻ എന്നതിലുപരി ഈ മൊബൈൽ ഫോൺ മേഖലയിൽ ട്രെയിനിങ് നൽകി അവരെ ഒരു സംരംഭകരാക്കുക, ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു മാനുഫാക്ചറർ ആക്കുക എന്നുള്ള ഇൻറ്റൻഷനാണ് ബ്രിഡ്കോയ്ക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ട്രെയിനിങ്, അതായത് ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥിനെ ഒരു ദിശാബോധം നൽകിയിട്ട് അവരുടെ പഠനത്തിന് തന്നെ നമ്മളൊരു ട്രെയിനിങ് മൊഡ്യൂളുണ്ട്. 10 ലെവലുകളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ നാഷണൽ എക്സ്പീരിയൻസിന് ശേഷം ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസും കൊടുക്കും. അപ്പോൾ ഇത് കഴിയുന്നതിനോട് കൂടിയിട്ട് അവരെ ഒരു മാനുഫാക്ചററായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതായത് സ്വന്തം രാജ്യത്ത് നിർമ്മാണം നടത്തുന്ന ഒരു സംരംഭകനാക്കി മാറ്റുക എന്നുള്ളതാണ് ബ്രിഡ്കോയുടെ ലക്ഷ്യം. 46 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ബ്രിഡ്കോയിൽ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായി പഠിച്ചിട്ടുണ്ട്. അതുപോലെ 43 രാജ്യങ്ങളിൽ അവർ സർവീസും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 26 വർഷമായിട്ട് ഈ മേഖലയിൽ ട്രെയിനിങ്ങും അതുപോലെ ബാക്കിയുള്ള എക്സ്പീരിയൻസും ഒക്കെ നൽകുന്ന സ്ഥാപനമാണ് ബ്രിഡ്കോ. +2 പഠനത്തിന് ശേഷം വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റവും മികച്ച സംരംഭകനെ വാർത്തെടുക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്നും 150ഓളം വിദ്യാർത്ഥികളാണ് ബ്രിഡ്കോ വഴി 1 വർഷത്തിനകം വിദേശത്തെത്തിയതെന്നും കോഴ്സ് കൗൺസിലർ ഹർഷാന പറഞ്ഞു. +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയെ ഓൺട്രപ്രണർ ആക്കാം എന്നുള്ളതാണ് നമ്മൾ ബ്രിഡ്കോ ചെയ്തു കൊടുക്കുന്നുള്ളത്. അതിൽ കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നാഷണൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഡൽഹി, ഹൈദരാബാദ്, അസ്സാം വഴി കുട്ടികൾക്ക് നാഷണൽ എക്സ്പീരിയൻസും ചെയ്തു കൊടുക്കുന്നുണ്ട്. നാഷണൽ എക്സ്പീരിയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ പ്ലേസ്മെൻറ്റും ദുബായ് ബ്രിഡ്കോ വഴി ഇൻ്റർനാഷണൽ പ്ലേസ്മെൻറ്റും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ വർഷം മാത്രം 150 കുട്ടികളെ നമ്മൾ ദുബായ് ബ്രിഡ്കോ വഴി പ്ലേസ്മെൻറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്രിഡ്കോ ഫസ്റ്റ് ഫ്ലോർ, നാലപ്പാട് UK മോൾ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. ഫോൺ നമ്പർ 9947622000, 8451886888, 9947620000. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന്നയുടെയും വലിയ പറമ്പിൻ്റെയും തീരമേഖലയിലെ പ്രമുഖമായ കല്ലുകെട്ടിയപുരയിൽ തറവാട് കുടുംബ സംഗമം ഓഗസ്റ്റ് 2 ശനിയാഴ്ച വിവിധ പരിപാടികളോടെ ഇളമ്പച്ചിയിൽ നടക്കും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടിച്ചേരലെന്ന അർത്ഥമുള്ള മവദ്ദത്ത് എന്ന് പേരിട്ട കുടുംബസംഗമം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കും. സാംസ്കാരിക പ്രഭാഷകൻ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും. എളേരിത്തട്ട് ഗവൺമെന്റ് കോളേജ് അധ്യാപകനും സാഹിത്യകാരനുമായ ഡോക്ടർ PC അഷ്റഫ് സുവനീർ പ്രകാശനം നിർവഹിക്കും. വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ താവഴിയിലുള്ളവർ പങ്കെടുക്കും. സംഘാടക സമിതി ചെയർമാൻ KP അബ്ദുൽ മജീദ് ഹാജി അധ്യക്ഷത വഹിക്കും. കുട്ടികളും മുതിർന്നവരുമായ കുടുംബാംഗങ്ങൾക്ക് വിവിധ കലാകായിക മത്സരങ്ങളും നടക്കും. വൈകുന്നേരം മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിക്കും. തുടർന്ന് ഗാനമേളയും നടക്കും. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും. സ്വാഗതവും KP ഫാത്തിമ നന്ദിയും പറയും. ഇതിനകം നടന്നു കഴിഞ്ഞ മത്സര ജേതാക്കൾക്ക് സമ്മാന വിതരണം KP അബ്ദുൽ ഗഫൂർ ഹാജിയാണ് നടത്തുന്നത്. തുടർന്ന് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ KK അബ്ദുള്ള നയിക്കുന്ന വിശൽ മേളയും ഉണ്ടായിരുന്നു. PK അമീർ അലി, KP ഷുക്കൂർ ഹാജി, TKP അബ്ദുൽ റൌഫ് മാസ്റ്റർ, PK അഷ്റഫ്, P മഷൂദ്, KP മുഹമ്മദ്, KP അഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൊല്ലത്ത് ഭർത്താവിൻ്റെ കുത്തേറ്റ് കാസർഗോഡ് സ്വദേശിനി മരണപ്പെട്ട സംഭവം നാടിനെ ഞെട്ടിച്ചു. കാസർഗോഡ് ബന്തെടുക്ക സ്വദേശിനി രതിയാണ് കൊല്ലപ്പെട്ടത്. യുവതി ജോലിക്ക് നിന്ന വീട്ടിലെത്തി ഭർത്താവ് കല്ലുവാതുക്കൽ സ്വദേശി ജിനു കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു.
കൊല്ലം പനയം താനിക്കാമുക്കിലാണ് ഭർത്താവിൻ്റെ കുത്തേറ്റ് കാസർഗോഡ് സ്വദേശിനി ദാരുണമായി മരണപ്പെട്ടത്. ബന്തെടുക്ക ടൗണിന് സമീപത്തെ കാവേരിയുടെ മകൾ രതിയാണ് കൊല്ലപ്പെട്ടത്. താനിക്കാമുക്കിലെ യുവതി ജോലിക്ക് നിന്ന വീട്ടിലെത്തിയാണ് ഭർത്താവ് കല്ലുവാതുക്കൽ സ്വദേശി ജിനു കുത്തിക്കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി 10:30 വീടിൻ്റെ മതിൽ ചാടിയെത്തിയ ജിനു രതിയെ ആക്രമിക്കുകയായിരുന്നു. കുത്തുകൊണ്ട യുവതി അവശനിലയിലായി. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. ബൈക്കിലാണ് ജിനു ഭാര്യ ജോലിക്ക് നിൽക്കുന്ന താനിക്കമുക്ക് ജംഗ്ഷനിലുള്ള വീടിന് മുന്നിലെത്തിയത്. കുത്തിയ ശേഷം ഇയാൾ ബൈക്കിൽ തന്നെ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് തിരച്ചിലിനൊടുവിൽ ജിനുവിനെ പോലീസ് പിടികൂടി. സംഭവത്തിൽ അഞ്ചാലുംമൂട് പോലീസ് കേസെടുത്തു. 17 വർഷം മുൻപാണ് രതിയും ജിനുവും തമ്മിലുള്ള വിവാഹം നടന്നത്. ഈ ബന്ധത്തിൽ ഇവർക്ക് 2 കുട്ടികളുണ്ട്. ജിനുവും രതിയും പിണങ്ങിക്കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവമുണ്ടായത്. വിവരമറിഞ്ഞ് രതിയുടെ ബന്ധുക്കൾ കൊല്ലത്തേക്ക് യാത്ര തിരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിയടുക ശ്രീ ഭാരതി വിദ്യാപീഠം സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി വിവര ശില്പശാല നടന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ദൂഷ്യവശങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ശില്പശാല. ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതിയുടെ ജനജാഗ്രതാവേദി കാസർഗോഡ് താലൂക്ക് ബദിയടുക്ക സോൺ സ്വാസ്ഥ്യ സങ്കല്പ ഇൻഫർമേഷൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ദൂഷ്യവശങ്ങളുമെന്ന വിഷയത്തിൽ ബദിയടുക്ക ശ്രീഭാരതി വിദ്യാപീഠം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവര ശില്പശാല നടന്നു. ജനജാഗ്രതാവേദി കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നഖുമുഖം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ലഹരി മരുന്നിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ നാരായണ ഗോസാഡ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. വിദ്യാഗിരി യൂണിയൻ പ്രസിഡന്റ് താരനാഥ് റൈ, സേവാ പ്രതിനിധി സുനിത എന്നിവർ പങ്കെടുത്തു. സേവാ പ്രതിനിധി കവിത സ്വാഗതവും സൂപ്പർവൈസർ സുഗുണ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാഡൂർ പദവ് ALP സ്കൂളിൽ കുട്ടികളുടെ ഭക്ഷണത്തിൽ ജൈവ പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പച്ചക്കറിത്തോട്ടം നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. പുത്തികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബണ്ണ ആൾവ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ഭക്ഷണത്തിൽ ജൈവ പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ബാഡൂർ പദവ് ALP സ്കൂളിൽ പച്ചക്കറിത്തോട്ടം നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. പുത്തികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബണ്ണ ആൾവ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത M അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ സുധീർ NK സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് സുബൈർ, MPTA പ്രസിഡന്റ് ജാസ്മറ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത നിർമ്മാണ അപാകത മൂലക്കണ്ടത്ത് CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത്. ഡ്രൈനേജ് സൗകര്യമൊരുക്കുക, യാത്രാ ദുരിതം അവസാനിപ്പിക്കുക, അണ്ടർ പാസേജിന്റെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി. മൂലക്കണ്ടത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മാവുങ്കാൽ ചുറ്റി തിരിച്ച് മൂലക്കണ്ടത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം മൂലക്കണ്ടം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. മനോജ് കാരക്കുഴി അധ്യക്ഷത വഹിച്ചു. ദേവി രവീന്ദ്രൻ, ശിവജി വെള്ളിക്കോത്ത്, TV പത്മിനി എന്നിവർ സംസാരിച്ചു. അജാനൂർ ലോക്കൽ സെക്രട്ടറി VV തുളസി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പ്രോബസ് ക്ലബ്ബ് 2025-26 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. വിരമിച്ച പ്രൊഫഷണലുകളുടെയും ബിസിനസ്സുകാരുടെയും സൗഹൃദ കൂട്ടായ്മയായ പ്രോബസ് ക്ലബ്ബ് ഓഫ് കാഞ്ഞങ്ങാട് പഠനക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ചാണ് പ്രതിമാസ യോഗവും 2025-26 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ ചടങ്ങും നടത്തിയത്. PP കുഞ്ഞികൃഷ്ണൻ നായർ പ്രസിഡന്റായും ശ്യാം പ്രസാദ് പുറമങ്കര സെക്രട്ടറിയായും KV സുരേഷ് ബാബു ട്രഷററായും ചടങ്ങിൽ സ്ഥാനമേറ്റു. ക്ലബിലെ മുതിർന്ന ചാർട്ടർ പ്രസിഡന്റുമാരായ BR ഷേണായി, M ശ്രീകണ്ഠൻ നായർ, VKM കരീം എന്നിവർ ഇൻസ്റ്റലേഷൻ ചടങ്ങുകൾ നിയന്ത്രിച്ചു. അംഗങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഊഷ്മളമായ കരഘോഷങ്ങൾക്കിടയിൽ അവർ പുതിയ ടീമിന് ഉത്തരവാദിത്തത്തിന്റെ ബാഡ്ജ് നൽകി. 40ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ക്ലബ് അംഗങ്ങളായ വർഗീസ് മാസ്റ്റർ, അന്നക്കുട്ടി ടീച്ചർ ദമ്പതികളെ ക്ലബ്ബ് പ്രസിഡന്റ് പൊന്നാട അണിയിച്ചു ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. GHSS ബളാന്തോട് സ്കൂളിൽ പുസ്തക പ്രദർശനം നടന്നു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു.
ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബളാന്തോട് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് പുസ്തകവണ്ടിയുടെ പുസ്തക പ്രദർശനവും 2 ദിവസങ്ങളിലായി നടന്നു. വായിച്ചു വളരുക എന്ന സന്ദേശം ഉൾക്കൊണ്ടുള്ള പരിപാടിക്ക് സ്കൂൾ പ്രിൻസിപ്പൽ എം ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് KN വേണു അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ PTA പ്രസിഡന്റും പനത്തടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ PM കുര്യാക്കോസ് നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ M സാജു, സ്കൂൾ ആഘോഷ കമ്മിറ്റി കൺവീനർ ബിജു മല്ലപ്പള്ളി, PTA വൈസ് പ്രസിഡന്റ് വേണുഗോപാലൻ, പുസ്തകവണ്ടിയുടെ സംഘാടകൻ നബീൻ ഒടയഞ്ചാൽ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ PM സ്മിജ പരിപാടിക്ക് നന്ദി പറഞ്ഞു. പരിപാടിയിലെ മുഖ്യാതിഥി കാസർഗോഡ് സ്വദേശിയായ ഗോത്ര യുവകവി പ്രകാശ് ചന്തളമായിരുന്നു. പിന്നീട് കുട്ടികളും അദ്ദേഹവും തമ്മിലുള്ള സംവാദം നടന്നു. ഗോത്രജീവിതം, സംസ്കാരം, ഗോത്ര കവിത തുടങ്ങിയ മേഖലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംസ്കാരം കുട്ടികൾക്ക് പുതിയൊരനുഭവമായി. ന്യൂസ് ബ്യൂറോ, ബളാന്തോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീരദേശവാസികളുടെ വറുതിയുടെ നാളുകൾക്ക് വിട. 52 ദിവസത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് പ്രതിഷേധ മതിൽ തീർത്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ പ്രതിഷേധ മതിലിൽ അണിനിരന്നു. ജില്ലയിലെ പ്രഥമ സെപക് താക്രോ അക്കാദമി ഓഗസ്റ്റ് 3 പ്രവർത്തനം ആരംഭിക്കും. M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ കടലാക്രമണത്തിൽ വൻ നാശനഷ്ടം. ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി സജി ചെറിയാൻ. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ PV കൃഷ്ണൻ അനുസ്മരണം നടത്തി. രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. അടങ്കൂർ GLP സ്കൂളിൽ നടന്ന ബാലസഭയും സർഗോത്സവവും ശ്രദ്ധേയമായി. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.